ഹായ് ഓൾ, വെൽക്കം ടു സിവിലിയൻസ്. ഗേറ്റ് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ? നിങ്ങളെല്ലാവരും വളരെ ക്രൂഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്യുകയും റിവൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു സമയമായിരിക്കും. ഈ ഒരു സമയത്ത് നിങ്ങൾ ഉറപ്പായും മനസ്സിൽ വെക്കേണ്ട ചില പോയിന്റ്സ് ഉണ്ട്. എക്സാമിനേഷന് പോകുന്നതിന് മുന്നേയും എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും. ഏതൊക്കെയാണവ? സാധാരണ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് പോലും എക്സാം കഴിഞ്ഞ് വിളിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അയ്യോ സാറേ, അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുത്തിപ്പോയി, എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ, ഒരു മാർക്ക് കൗണ്ട് ചെയ്യുമോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ നോക്കാത്തത് കൊണ്ട് എനിക്ക് കുറച്ച് ടൈം വേസ്റ്റ് ആയി പോയി, ആ ടൈം കൂടി ഞാൻ യൂട്ടിലൈസ് ചെയ്തിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റനെങ്കിലും എനിക്ക് എക്സ്ട്രാ എഴുതാൻ പറ്റുമായിരുന്നു, അങ്ങനെയെങ്കിൽ എൻ്റെ റാങ്ക് ഒരുപാട് ഇമ്പ്രൂവ് ആവുമായിരുന്നു. ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടമാണ് മനസ്സിൽ. അവരോട് മുന്നേ ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം. അതിത്തവണ ഉണ്ടാകരുത് എന്നുള്ള കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇങ്ങനൊരു സെഷൻ ചെയ്യുന്നത്. സിവിലിയൻസിൻ്റെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമല്ല, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി. ഓക്കെ, സോ ഇത്രയും ക്രൂഷ്യലായിട്ടുള്ളൊരു സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് വെറുതെ സമയം കളയണോ? ആ സമയത്ത് കൂടി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത്രയെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതൽ അറ്റൻഡ് ചെയ്യാലോ എന്നാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നതെങ്കിൽ പ്ലീസ് ട്രസ്റ്റ് മീ, ഡെഫിനറ്റ്ലി ദിസ് വീഡിയോ ഇസ് ഗോയിങ് ടു ബി വെരി എഫക്റ്റീവ് ആൻഡ് വെരി യൂസ്ഫുൾ. അത് നിങ്ങൾക്ക് വീഡിയോയുടെ അവസാനം തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഫീൽ വരും. ട്രസ്റ്റ് മീ. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് നമ്മൾ എന്തായാലും മനസ്സിൽ വെക്കേണ്ട ചില പോയിന്റ്സ്. എവിടെയൊക്കെയാണ് നമുക്ക് മിസ്റ്റേക്സ് വരുന്നത്, എന്തൊക്കെ മിസ്റ്റേക്സ് കാരണമാണ് നമുക്ക് മാർക്ക് കുറയുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ജനറൽ ഞാൻ ജസ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദി ലാക്ക് ഓഫ് അവയർനെസ് ഓഫ് യൂസർ ഇൻ്റർഫേസ്, UI. നമ്മുടെ മെയിൻ എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് നമുക്കൊരു സ്ക്രീൻ കിട്ടുമല്ലോ, ഒരു കമ്പ്യൂട്ടർ സ്ക്രീൻ. അതിനെയാണ് യൂസർ ഇൻ്റർഫേസ് എന്ന് പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാതെ അല്ലേ? ഈ യൂസർ ഇൻ്റർഫേസ് സാധാരണ എങ്ങനെയാണ് ഉണ്ടാവുക? ഏകദേശം ഇങ്ങനെയൊരു സ്ക്രീൻ ആയിരിക്കും. നിങ്ങൾ ഓൾറെഡി മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ടുള്ളവരാണെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവും ഇല്ലേ? നമുക്ക് ഇൻ കേസ് നിങ്ങളത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ബ്രഷപ്പ് ചെയ്യാം. ആദ്യം തന്നെ എടുക്കുന്ന സമയത്ത് നമുക്ക് മുകളിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് കാണാം ഇല്ലേ? നിങ്ങൾക്കിത് ഓൾറെഡി അറിയാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, റൈറ്റ്? അവിടെ സിവിൽ എഞ്ചിനീയറിംഗ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് കാണാം ഇല്ലേ? ചിലർക്കുള്ളൊരു ഡൗട്ടാണ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്തേക്കുന്നത് അതൊരു ഡാർക്ക് ബ്ലൂ കളറിൽ വരും. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇത് സൂം ഔട്ട് ചെയ്ത് കാണിക്കാം. ഇവിടെ 10 ക്വസ്റ്റ്യൻസ് കാണാം. നിങ്ങൾ അറ്റ് പ്രസന്റ് ഏത് ക്വസ്റ്റ്യനിലാണോ ഉള്ളത് അവിടെയായിരിക്കും സെലക്ഷൻ കാണിക്കുക. ഓക്കെ, നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓൾറെഡി ഇത് അറിയാമായിരിക്കും. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ക്ലിക്ക് ചെയ്യാം, അത് പ്രൊസീഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ആദ്യം ആപ്റ്റിറ്റ്യൂഡ് ചെയ്യണം താല്പര്യമില്ല, നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ്ലി സിവിൽ എഞ്ചിനീയറിംഗ് ക്ലിക്ക് ചെയ്യാം, അത് പ്രൊസീഡ് ചെയ്യാം. എങ്കിലും എൻ്റെ ഒരു സജഷൻ എപ്പോഴും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആദ്യം ചെയ്തു പോകുന്നതായിരിക്കും നല്ലത്. കാരണം ആപ്റ്റിറ്റ്യൂഡിൽ നിങ്ങൾ അത്യാവശ്യം ആപ്റ്റിറ്റ്യൂഡിൽ കുഴപ്പമില്ലാത്ത കൺസെപ്റ്റ്സ് ഉള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഒരു കോൺഫിഡൻസ് എന്തായാലും കിട്ടും. ഓക്കെ, ആപ്റ്റിറ്റ്യൂഡിലെ ഇംഗ്ലീഷ് പോർഷൻ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ നിങ്ങൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന, നന്നായി ഇംഗ്ലീഷ് വൊക്കാബുലറി ഉള്ള ഒരു ഗേറ്റ് ആസ്പിരൻ്റ് ആയിരിക്കാം. പക്ഷേ ഗേറ്റ് എക്സാമിന് ചോദിക്കുന്ന ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഒരുപക്ഷെ നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. സോ അവിടെ അങ്ങനെ നമുക്കറിയാത്ത ക്വസ്റ്റ്യൻസ് ആണ് വന്നത് എന്ന് വെച്ചിട്ട് ടെൻഷനോ ഡിസപ്പോയിൻറ്റഡ് ഒന്നും ആവണ്ട. ഒബ്വിയസ്ലി നമ്മുടെ കോമ്പറ്റീറ്റർക്കും സെയിം ഫീലിംഗ് തന്നെയായിരിക്കും. ഇതൊരു കമ്പാരിറ്റീവ് സംഭവമാണല്ലോ. ഓക്കെ, സോ അവിടെ ഒന്നും നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട കാര്യമില്ല. എങ്കിലും മാക്സിമം ജനറൽ ആപ്റ്റിറ്റ്യൂഡ് സ്കോർ ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ നിങ്ങൾ അതിനുശേഷം സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഒബ്വിയസ്ലി സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് ഇവിടെ കാണും. ആപ്റ്റിറ്റ്യൂഡിന് 10 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അതിൽ 5 ക്വസ്റ്റ്യൻസ് 1 മാർക്കിൻ്റെ ആയിരിക്കും, 5 ക്വസ്റ്റ്യൻസ് 2 മാർക്കിൻ്റെ ആയിരിക്കും. സോ ടോട്ടൽ 15 മാർക്സ് വിൽ ബി ഫ്രം ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ദ റിമൈനിങ് 85 വിൽ ബി ഫ്രം സിവിൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, ഇനി ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയായിരിക്കും. മെയിനായിട്ട് എല്ലാവർക്കും മനസ്സിൽ വരുന്നൊരു ഡൗട്ടാണ് MCQയും NATയും തമ്മിലുള്ള ഡിഫറൻസ്. ആൻഡ് ഇത് എങ്ങനെയാണ് എക്സാമിന് മനസ്സിലാവുക എന്നുള്ളത്. ഓക്കെ, ഒരു കൺഫ്യൂഷനും വേണ്ട. എപ്പോഴും ക്വസ്റ്റ്യൻ്റെ മുകളിൽ ആ ക്വസ്റ്റ്യൻ്റെ ടൈപ്പ് എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾക്കിത് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ കണ്ടോ MCQ എന്ന് എഴുതിയത് കണ്ടോ ലെഫ്റ്റിൽ? ഓക്കെ, ക്വസ്റ്റ്യൻ ടൈപ്പ് MCQ. ഇൻ കേസ് വായിക്കാൻ പറ്റുന്നില്ലെങ്കിലാണ് ഞാൻ പറഞ്ഞത് ക്വസ്റ്റ്യൻ ടൈപ്പ് MCQ. അതിൻ്റെ താഴെ ക്വസ്റ്റ്യൻ നമ്പർ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി അത് മാത്രമല്ല MCQ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് എപ്പോഴും റൗണ്ടുകളായിരിക്കും. കണ്ടോ, റൗണ്ട്സ് ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഇൻ കേസ് സപ്പോസ് ഞാൻ ഇതിൽ A ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഡോട്ട് നമുക്ക് കാണാം, ഒരു പൊട്ടൊക്കെ വെച്ചതുപോലെ ഒരു ഡോട്ട് വരും. ഇൻ കേസ് നിങ്ങൾക്കത് വേണ്ട, നിങ്ങൾക്ക് പിന്നീട് മനസ്സിലായി അയ്യോ അത് A അല്ലല്ലോ B ആണല്ലോ, നിങ്ങൾ B ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി Aയുടെ സെലക്ഷൻ മാറി Bയിലോട്ട് വരും.
ക്ലിക്ക് ചെയ്യും തോറും നിങ്ങൾ തൊട്ട് മുന്നേ ക്ലിക്ക് ചെയ്ത പോർഷൻ അല്ലെങ്കിൽ ആ ഓപ്ഷൻ അൺസെലക്ട് ആയിട്ട് പുതിയ എവിടെയാണോ ക്ലിക്ക് ചെയ്തത് അത് സെലക്ട് ആയിട്ട് വരും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ലെങ്കിലും ഞാൻ സ്ക്രീൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുക എന്ന് പറയാം കുറച്ച് കഴിഞ്ഞിട്ട്. ഈ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത ശേഷം മാത്രം നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവുക. ചുമ്മാ ക്ലിക്ക് ചെയ്തിട്ട് ഉടനെ ഈ നമ്പറിലേക്ക് ക്ലിക്ക് ചെയ്യരുത്. ഒരു പക്ഷേ അത് സേവ് ആയി പോകാതെ റീഡായി പോകാതെ വരാം. ഇപ്പോൾ എപ്പോഴും സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ ഒരു സബ്മിറ്റും ഉണ്ട്. ഓക്കെ, അൾട്ടിമേറ്റ്ലി ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ സേവ് കൊടുക്കുക അല്ലെങ്കിൽ സബ്മിറ്റ് കൊടുക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് തിങ്, ഇവിടെ ചില ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചുമ്മാ ഒരു ഇംഗ്ലീഷ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, നമുക്കിതിന് കാൽക്കുലേറ്റർ ഒന്നും ആവശ്യമില്ല. പക്ഷേ ചില MCQ ക്വസ്റ്റ്യൻസ് നമുക്ക് ന്യൂമറിക്കലി ചെയ്യേണ്ടി വരും അല്ലേ. ന്യൂമറിക്കൽസ് ചെയ്യേണ്ടത് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യന് മാത്രമല്ല, MCQ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ട് ആ വാല്യൂ എൻ്റർ ചെയ്യേണ്ടി വരും ആണല്ലോ. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് നമുക്കിവിടെ ഒരു കാൽക്കുലേറ്റർ സിമ്പിൾ ഉണ്ട്. നിങ്ങൾക്കിവിടെ പ്ലസ് മൈനസ്, ഒരു ലെൻസിൻ്റെ പ്ലസ് മൈനസ് ആൻഡ് കാൽക്കുലേറ്റർ സിമ്പിളാണ് ആക്ച്വലി ഇവിടെ ഉള്ളത്. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എങ്കിൽ ഞാനത് കുറച്ച് കഴിഞ്ഞ് സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഇങ്ങനെ ഒരു കാൽക്കുലേറ്റർ ഇവിടെ വരിക. ഓക്കെ, ക്ലിക്ക് ചെയ്തില്ല എങ്കിൽ ഇങ്ങനെ ആയിരിക്കും ആദ്യം ഉണ്ടാവുക. ഇതൊരു കാൽക്കുലേറ്റർ സിമ്പിൾ ഉണ്ട്. ആ കാൽക്കുലേറ്റർ സിമ്പിളിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ വരിക. ഓക്കെ, വീണ്ടും ഇത് നമുക്ക് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നേരത്തെ കണ്ടതുപോലുള്ള സ്ക്രീൻ ആയിരിക്കും വരിക. ഈ കാൽക്കുലേറ്ററിലും പലരും മിസ്റ്റേക്സ് വരുത്തിയിട്ട് മാർക്ക് കളയാറുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ആദ്യം നമുക്ക് യൂസർ ഇൻ്റർഫേസിനെ കുറിച്ച് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കിപ്പോൾ A എന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്തു, നിങ്ങൾക്ക് പിന്നീട് മനസ്സിലായി B ആണെന്ന്, നിങ്ങൾ B ക്ലിക്ക് ചെയ്യുമ്പോൾ Bയിലോട്ട് വരും. സപ്പോസ് നിങ്ങൾക്ക് വേണ്ട, ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ല, എനിക്കൊന്നും അറ്റൻഡ് ചെയ്യേണ്ട എന്ന് വിചാരിക്കും. അതായത് എനിക്ക് ഒരെണ്ണം പോലും ക്ലിക്ക് ചെയ്യേണ്ട, ഞാൻ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ഈ സെലക്ട് ചെയ്ത ഓപ്ഷൻ്റെ മുകളിൽ ഒരു തവണയും കൂടി ക്ലിക്ക് ചെയ്താൽ അത് അൺസെലക്ട് ആവുമോ? ഇല്ല. MCQ ക്വസ്റ്റ്യൻ ഒരു തവണയും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺസെലക്ട് ആവില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. വെറുതെ ചുമ്മാ ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇത് വർക്ക് ആവുന്നില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട. അത് കംപ്ലീറ്റ് സെലക്ഷൻ കളയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ താഴെ ക്ലിയർ റെസ്പോൺസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് ക്ലിയർ റെസ്പോൺസ്. ഈ ക്ലിയർ റെസ്പോൺസ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ കംപ്ലീറ്റ് സെലക്ഷൻസും പോവുക. എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, MSQ ആകുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസം വരും. ഞാൻ MSQ എത്തുമ്പോൾ പറയാം. ഇൻ കേസ് നിങ്ങൾ ഒരെണ്ണം അറ്റൻഡ് ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്, നിങ്ങൾക്കത് പിന്നീട് വന്ന് നോക്കണം എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് പോവാം. ഓക്കെ, സോ മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ സേവും ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റിലേക്ക് പോവാം. അറ്റൻഡ് ചെയ്യാതെയും നിങ്ങൾക്ക് മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. അത് തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും എന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം, നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, സോ ഇതാണ് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻ ടൈപ്പ് എന്നുള്ളിടത്ത് NAT എന്നാണ് ടൈപ്പ് ചെയ്തിട്ടുണ്ടാവുക. സ്റ്റാൻഡ്സ് ഫോർ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്ഷൻസ് എല്ലാം സെലക്ട് ചെയ്യുക, നമ്മളവിടെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക വേണ്ടത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ പോകുന്ന സമയത്ത് മോസ്റ്റ്ലി നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു കീബോർഡ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ കീബോർഡ് ഒരിക്കലും നിങ്ങൾക്കൊരു ഇൻപുട്ട് എലമെൻ്റ് ആയിട്ട്, ഒരു ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ക്രീനിലോട്ട് കണക്റ്റഡ് ആയിരിക്കില്ല, അത് യൂസ്ലെസ് ആണ്. ചിലപ്പോൾ അത് അവിടെ നിന്ന് എടുത്തിട്ട് വേറെ എവിടെയും കൊണ്ട് വെക്കേണ്ട എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ ആ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടാകാം. അത് നമുക്ക് യാതൊരു തരത്തിലുള്ള യൂസും ഇല്ലാന്ന് മനസ്സിലാക്കുക. എല്ലാ തരത്തിലുള്ള ഇൻപുട്ടുകളും നമ്മൾ കൊടുക്കുക മൗസ് ഉപയോഗിച്ചിട്ടായിരിക്കും. നേരത്തെ ഇപ്പോൾ കണ്ട കാൽക്കുലേറ്ററും അതുപോലെ ഇവിടെ എൻ്റർ ചെയ്യേണ്ട വാല്യൂ ഒക്കെ കാൽക്കുലേറ്റർ വെച്ചിട്ടാണ് കൊടുക്കുക. അത് മനസ്സിൽ വെക്കുക. ഇനി എപ്പോഴും സാധാരണ എല്ലാവർക്കും ഡൗട്ട് വരുന്നൊരു കാര്യമാണ്, എത്ര ഡെസിമൽസ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സപ്പോസ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വാല്യൂ ഒരു 22.2 എന്നാണെങ്കിൽ ഞാൻ 22.2 എന്ന് ടൈപ്പ് ചെയ്യണോ, അല്ലെങ്കിൽ 20.2222 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരികയാണെങ്കിൽ എത്ര ഡെസിമൽസ് ഞാൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം? ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകല്ലേ. 22 എന്ന് ടൈപ്പ് ചെയ്യണോ, 22.2 എന്ന് ടൈപ്പ് ചെയ്യണോ, 22.222 എന്ന് ടൈപ്പ് ചെയ്യണോ? എപ്പോഴും കൂടുതൽ ടൈപ്പ് ചെയ്യാൻ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും, കാരണം അതാണല്ലോ കൂടുതൽ ആക്യുറേറ്റ് വാല്യൂ. ഓക്കെ, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്കുള്ള ഒരു ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ എത്രയാണ് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഈ ബ്രാക്കറ്റിൽ എഴുതിയേക്കുന്നത്. അല്ലാതെ നമ്മൾ സാധാരണ റൗണ്ടിങ് ഓഫിന് ചില റൂളുകളൊക്കെ ഇല്ലേ, 0.5 കൂടുതലാണെങ്കിൽ അങ്ങോട്ട് ഇല്ലേ, 0.5 കുറവാണെങ്കിൽ താഴേക്ക്, അങ്ങനെയൊക്കെയാണ് നമ്മൾ റൗണ്ട് ചെയ്യുക. അങ്ങനെയുള്ള യാതൊരു കാര്യം ഇവിടെ നോക്കേണ്ട കാര്യമില്ല. റൗണ്ട് ഓഫ് ടു ഇൻറ്റിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ സപ്പോസ് നിങ്ങൾക്കൊരു 30.6 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ 30 എന്ന് എഴുതിയാലും 31 എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. എങ്ങനെയാണെങ്കിൽ റൗണ്ട് ഓഫ് ടു ഇൻറ്റിജർ ആണെങ്കിൽ. എപ്പോഴും അവർ പറഞ്ഞതുപോലെ തന്നെ ചെയ്തേക്കുക. അതായത് സാധാരണ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റുഡൻസ് വിളിച്ച് ചോദിക്കും, സാർ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുത്തി മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമായത്.
റൗണ്ട് ഓഫ് ടു ഇൻറ്റിജർ അല്ലെങ്കിൽ ഇൻ ഇൻറ്റിജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റിജർ ആയിട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 45.6 എന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ 45.6 എന്നാണ് ടൈപ്പ് ചെയ്ത് വെക്കുന്നതെങ്കിൽ മോസ്റ്റ്ലി നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നമുക്ക് മുന്നേ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് മനസ്സിലായത് മാർക്ക് കിട്ടുമെന്ന് തന്നെയാണ്. പക്ഷേ ഇതൊക്കെ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൽ പോകുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഒരിക്കലും ഇതിനൊന്നും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നമ്മുടെ സൈഡ് ക്ലിയർ ആക്കി വെക്കുക. ഓക്കെ, അയ്യോ അങ്ങനെ എഴുതിയാലും എന്താ മാർക്ക് കിട്ടേണ്ടതല്ലേ, അല്ലെങ്കിൽ എനിക്കിത് കിട്ടുമോ എന്ന് ചോദിക്കാൻ ഇത് നമ്മുടെ ക്ലാസ് ടെസ്റ്റോ അല്ലേ സബ്ജക്ട് ടെസ്റ്റോ ഒന്നും അല്ല. പോയിട്ട് എക്സാം നടത്തിയ ഫാക്കൽറ്റിയോട് ചോദിച്ച് മാർക്ക് വാങ്ങാൻ. നമുക്ക് മാർക്ക് കിട്ടിയെങ്കിൽ കിട്ടിയില്ല, നമുക്ക് ആരോടും കംപ്ലൈൻറ്റ് പറയാൻ പറ്റില്ല. സോ എന്താണോ അവിടെ പറഞ്ഞേക്കുന്നത് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്തേക്കുക. പിന്നീട് വെറുതെ അത് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കുകയോ സങ്കടപ്പെടുകയോ വെച്ചിട്ട് കാര്യമില്ല. ഓക്കെ, നെക്സ്റ്റ് തിങ്, നിങ്ങൾക്ക് എപ്പോഴും വാല്യൂ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെറിയൊരു സ്പേസ് അവിടെ കാണും. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റർ പറഞ്ഞതുപോലെ മറ്റൊരു സ്പേസ്, കുറേ നമ്പേഴ്സ് ഒക്കെയുള്ള മറ്റൊരു സ്പേസ്. ഇവിടെ നമ്മൾ മൗസ് ഉപയോഗിച്ചിട്ട് ക്ലിക്ക് ചെയ്തിട്ടാണ് ഇവിടെ കാണുന്ന ചെറിയൊരു ബ്ലാങ്ക് സ്പേസ് ഉണ്ടോ അങ്ങോട്ടായിരിക്കും വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ കുറച്ചും കൂടെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. നേരത്തെ ഈ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനിൽ കണ്ട താഴെ വരുന്ന ഈ ഒരു പോർഷൻ ഞാൻ ജസ്റ്റ് സൂം ചെയ്തെടുത്താണ്. ഇങ്ങനെയാണ് അത് ഉണ്ടാവുക. ഓക്കെ, സപ്പോസ് നിങ്ങളുടെ ഒരു വാല്യൂ ഒരു 25.01 എന്നാണെങ്കിൽ 2 ക്ലിക്ക് ചെയ്യുക, 5 ക്ലിക്ക് ചെയ്യുക, പോയിന്റ് ക്ലിക്ക് ചെയ്യുക, 0 ക്ലിക്ക് ചെയ്യുക, 1 ക്ലിക്ക് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ചില സമയത്ത് മൈനസ് ആൻസേഴ്സ് വരാം. ഇങ്ങനെ വരാമല്ലോ. ചിലപ്പോൾ മാത്സിലോ ഒക്കെ ആയിട്ട് കോയഫിഷ്യൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എ എന്നുള്ള കോയഫിഷ്യൻ, ബി എന്നുള്ള കോയഫിഷ്യൻ്റ് ഒക്കെ വരാമല്ലോ. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ കോയഫിഷ്യൻസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് വാല്യൂ വരാം. ഈ നെഗറ്റീവ് വാല്യൂ എൻ്റർ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ഇവിടെ ഒരു നെഗറ്റീവ് സിമ്പിൾ ഉണ്ടോ? പോസിറ്റീവിന് നമുക്ക് പ്ലസ് എന്ന് എഴുതേണ്ട കാര്യമില്ലല്ലോ. ബൈ ഡിഫോൾട്ട് 2 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് +2 തന്നെയാണ്. മൈനസ് വാല്യൂ ആണ് വരുന്നതെങ്കിൽ ആദ്യം മൈനസ് ക്ലിക്ക് ചെയ്യാം. അതായത് ഒരു -2.3 എന്നാണെങ്കിൽ മൈനസ് ക്ലിക്ക് ചെയ്യുക, 2.3 മൗസ് ഉപയോഗിച്ചിട്ട് കഴ്സർ ഉപയോഗിച്ചിട്ട് ക്ലിക്ക് ചെയ്ത് വെക്കുക. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്കത് ബാക്ക് സ്പേസ് അടിക്കാനുള്ള ഓപ്ഷനാണ് ബാക്ക് സ്പേസ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോ കാണും. നമ്മുടെ സാധാരണ കാൽക്കുലേറ്ററിൽ ലെഫ്റ്റ് റൈറ്റ് ആരോസ് ഇല്ലേ, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വെറുതെ അതൊന്നും വെച്ച് കളിക്കേണ്ട കാര്യമില്ല. ഇൻ കേസ് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ബാക്ക് സ്പേസ് കൊടുത്തേക്കുക, വീണ്ടും ക്ലിക്ക് ചെയ്തേക്കുക. ദാറ്റ്സ് ഇറ്റ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും താഴെ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നേരത്തെ കാണിച്ച പോലെ തന്നെ സബ്മിറ്റ് ചെയ്ത് പ്രൊസീഡ് ചെയ്യാം. നിങ്ങൾക്കത് കംപ്ലീറ്റ് പോകണമെങ്കിൽ ക്ലിയർ ഓൾ എന്നുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പിൻ്റെ കാര്യങ്ങൾ. ഈ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പിന് മറ്റൊരു കാര്യം, ഈ റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് 1 ഡെസിമൽ 2 ഡെസിമൽ എന്നൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യുക, അല്ലെങ്കിൽ ഹയർ ഇൻറ്റിജർ ആയിട്ട് റൗണ്ട് ചെയ്യണോ ലോവർ ഇൻറ്റിജർ ആയിട്ട് റൗണ്ട് ചെയ്യണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് വരും. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്കത് സുഖമായിട്ട് ചെയ്യാം, മാർക്കൊന്നും പോയില്ല. മാർക്ക് പോകുന്ന ചില സ്ഥലങ്ങളുണ്ട്. അതായത് എപ്പോഴും നിങ്ങൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ഹയർ ഇൻറ്റിജർ ആയിട്ട് തന്നെ റൗണ്ട് ചെയ്യണം. ചില കൺസെപ്റ്റ്സിൽ ലോവർ ഇൻറ്റിജർ ആയിട്ട് തന്നെ റൗണ്ട് ചെയ്യണം. അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് പോകും. അങ്ങനെയുള്ള ചില കൺസെപ്റ്റുകളുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതറിയാമായിരിക്കും. ഇല്ലെങ്കിലും ഡോണ്ട് വറി, അതിലെ കുറച്ച് കൺസെപ്റ്റ്സ്, പ്രധാനപ്പെട്ട കുറച്ച് കൺസെപ്റ്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന അങ്ങനെ ട്രിക്കി ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള കുറച്ച് കൺസെപ്റ്റ്സ് ഞാൻ ഇന്നിപ്പോൾ കാണിക്കും. ഓക്കെ, പ്ലീസ് വെയിറ്റ്. ഇതാണ് നമ്മുടെ MSQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു. നമുക്ക് മുകളിൽ കൃത്യമായിട്ട് MSQ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇല്ലേ, മൾട്ടിപ്പിൾ സെലക്ഷൻ ക്വസ്റ്റ്യൻ. ഈ MSQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിൽ എല്ലാവർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണ എപ്പോഴും ഒന്നിൽ കൂടുതൽ ആൻസർ വരും എന്നുള്ളതാണ്. അതായത് 2, 3, 4 ആൻസേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസ് കറക്റ്റ് ആകാം എന്നുള്ളതാണ്. ഇറ്റ്സ് നോട്ട്. MSQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ഓർ വൺ ഓർ മോർ ദാൻ വൺ എന്നാണ്. 1 ഓർ മോർ എന്നാണ്. അതായത് ഒരെണ്ണം മാത്രമായിട്ടും ശരിയാകാം. പക്ഷെ നമ്മൾ ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് 2 അതിൽ കൂടുതലോ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് പൊതുവെ വന്നത് എന്ന് കരുതി എപ്പോഴും PYQs നോക്കി പോയിട്ട് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും എന്ന് വിചാരിക്കരുത്. ചില സമയത്ത് ഏതെങ്കിലും ഒരെണ്ണം മാത്രമായിട്ടും കറക്റ്റ് ഓപ്ഷൻ വരാം. ഞാനത് പറയാനുള്ള കാരണം, നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു ഫോക്കസ് ഏരിയ ക്ലാസ്സസ് ഒക്കെ നടത്തിയിരുന്നല്ലോ. അപ്പോൾ ആ സമയത്തടക്കം ചില സ്റ്റുഡൻസ് ബൈ മിസ്റ്റേക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് തന്നെ ബൈ മിസ്റ്റേക്ക് ആൻസർ ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ആദ്യത്തെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ 3 എണ്ണത്തിൽ ഒരെണ്ണം മാത്രമായിട്ട് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടി, ബാക്കി 2 തെറ്റാ. എങ്കിൽ ഒബ്വിയസ്ലി 4ാമത്തെ കറക്റ്റ് ആയിരിക്കില്ലേ, കാരണം MSQ അല്ലേ, മൾട്ടിപ്പിൾ അല്ലേ. അപ്പോൾ ഈ ആദ്യത്തെ 3 എണ്ണത്തിൽ ഒരെണ്ണം മാത്രം ശരിയുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അപ്പോൾ 4ാമത്തെ ശരി ആയാൽ മാത്രമല്ലേ മൾട്ടിപ്പിൾ വരുള്ളൂ എന്ന് വിചാരിച്ച് അവസാനത്തെ നോക്കാതെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാതെ അതും കൂടി ആൻസർ ആയിട്ട് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എല്ലാ ഓപ്ഷൻസും നോക്കുക, അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും ഉറപ്പായിട്ടും ശരിയായിരിക്കും. എല്ലാം അൺസെലക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ വരില്ലല്ലോ. ഓക്കെ, അറ്റ്ലീസ്റ്റ് 1 എങ്കിലും കറക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ 2 എണ്ണം വരാം, 3 എണ്ണം വരാം, 4 എണ്ണം വരാം. അപ്പോൾ ഈ ഒരു കേസിൽ MSQവിൽ നിന്നതിൻ്റെ വ്യത്യാസം എന്താ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. സ്ക്വയർ ആയിട്ടായിരിക്കും ഓപ്ഷൻസ് കാണിക്കുക. ഓക്കെ, റൗണ്ട് അല്ല, സ്ക്വയർ ആയിട്ടായിരിക്കും ഓപ്ഷൻസ് കാണിക്കുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
സി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ 4 ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്നും അല്ല അത്. ഇങ്ങനെ 4 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും മുന്നേ ക്ലിക്ക് ചെയ്തത് പോയില്ല. നിങ്ങൾക്കിപ്പോൾ ഇതിൽ ഒരു സി എന്നുള്ള ഓപ്ഷൻ അൺസെലക്ട് ചെയ്യണമെങ്കിൽ ഒരു തവണ കൂടി സിയുടെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് അത് അൺസെലക്ട് ആയിട്ട് പോവുക. കംപ്ലീറ്റ് പോകണമെങ്കിൽ ഇവിടെ ക്ലിയർ റെസ്പോൺസ് ഉണ്ട്. ക്ലിയർ റെസ്പോൺസ് അടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അൺസെലക്ട് ആയി പോകും. ഇതൊക്കെയാണ് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പിന് അറ്റൻഡ് ചെയ്യേണ്ട വിധം. ഓക്കെ, ഇനി ഈ കാര്യങ്ങളൊക്കെ ഇൻ കേസ് നിങ്ങൾ ഓൾറെഡി നോക്കിയിട്ടില്ല, നിങ്ങൾക്ക് ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചുമ്മാ ഗൂഗിളിൽ പോയിട്ട് ഗേറ്റ് 2024 എന്ന് ടൈപ്പ് ചെയ്തിടുക. അവരുടെ ഒഫീഷ്യൽ സൈറ്റ് കിട്ടും. ഒഫീഷ്യൽ സൈറ്റിൽ പോയി ഗേറ്റ് പേപ്പേഴ്സ് എന്നൊരു ലിങ്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണും. മോക്ക് ടെസ്റ്റിൽ പോവുക. നിങ്ങൾക്ക് ഒരുപാട് സബ്ജക്റ്റിൻ്റെ ലിസ്റ്റ് വരും. ഇവിടെ നിങ്ങൾക്ക് എയറോസ്പേസ് എന്നൊക്കെ എഴുതിയിട്ട് കാണാം. ഇവിടേക്ക് കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് കാണാം. ക്ലിക്ക് ചെയ്യുക. സോ സിവിൽ എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇനി ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ ഗുണം ഉണ്ടാവുമോ എന്ന് വിചാരിക്കേണ്ട. അത് ഓൾറെഡി പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇട്ടേക്കുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാൽക്കുലേറ്ററിൽ വരുന്ന മിസ്റ്റേക്സ് ഉണ്ട് അല്ലേ? കാൽക്കുലേറ്റർ ഗേറ്റ് വെർച്വൽ കാൽക്കുലേറ്റർ ആണ്. എപ്പോഴും മൗസ് ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. പലപ്പോഴും നമ്മളിപ്പോൾ ഒരു സൈൻ 52 ഒക്കെ കാണണമെങ്കിൽ എന്താ ചെയ്യുക? നോർമൽ കാൽക്കുലേറ്ററിൽ സൈൻ ക്ലിക്ക് ചെയ്ത ശേഷമായിരിക്കും 52 എന്ന് ക്ലിക്ക് ചെയ്യുക അല്ലേ? ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി വൃത്തിയായിട്ട് കാണാൻ ഞാൻ സൂം ചെയ്തിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ആംഗിൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷമാണ് നിങ്ങൾ സൈൻ ആണോ കോസ് ആണോ ടാൻ ആണോ വാട്ട് എവർ അത് ക്ലിക്ക് ചെയ്യേണ്ടത്. രണ്ടാമത്തെ പ്രാവശ്യമായിരിക്കും ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കത് ഓൾറെഡി അറിയുന്നുണ്ടാവും. അതുപോലെ ലോഗ് ഇൻവേഴ്സ് കാണേണ്ട അവസ്ഥ വരുന്നുണ്ടെങ്കിൽ 10⁻x ആണ് ക്ലിക്ക് ചെയ്യുക. നാച്ചുറൽ ലോഗരിതം ഇൻവേഴ്സ് കാണുന്നുണ്ടെങ്കിൽ e⁻x ആയിരിക്കും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഹൈഡ്രോളജിയിലെ ഇൻഫിൽട്രേഷൻ കൺസെപ്റ്റ് ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അവിടെ നാച്ചുറൽ ലോഗരിതം ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ലോഗ് വരാൻ e⁻² ഒക്കെ വരുന്ന സ്ഥലത്തൊക്കെ നാച്ചുറൽ ലോഗരിതമാണ് വരിക. അപ്പോൾ അപ്പോഴൊക്കെ e⁻² ഒക്കെ ക്ലിക്ക് ചെയ്യേണ്ടി വരും. എനിക്ക് ലോഗ് ഇൻവേഴ്സ് 3.2 കാണണമെങ്കിൽ ആദ്യം 3.2 ക്ലിക്ക് ചെയ്തിട്ട് ശേഷം ലോഗ് ഇൻവേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണില്ല. ലോഗ് മാത്രമേ കാണുള്ളൂ. ലോഗ് ഇൻവേഴ്സ് എന്ന് വെച്ചാൽ 10⁻x ആണ്. ലോഗിൻ്റെ തൊട്ട് താഴെ തന്നെ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. സോ കാൽക്കുലേറ്റർ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പോവാം. ഓക്കെ, ദ നെക്സ്റ്റ് തിങ് ഈസ് ദ റൗണ്ടിങ് ഓഫ് ദ ഫൈനൽ ആൻസർ. ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. പലപ്പോഴും പലരും തെറ്റിക്കുന്ന ചില കാര്യങ്ങൾ ഇതാണ്. ഒന്ന് ഫൈനൽ ആൻസർ റൗണ്ട് ചെയ്യുന്നത്, മറ്റൊന്ന് റൗണ്ടിങ് ഓഫ് ഡ്യൂറിങ് ദ കാൽക്കുലേഷൻസ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെയാണ് കുറച്ചും കൂടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമുക്ക് റൗണ്ടിങ് ഓഫ് ദ ഫൈനൽ ആൻസർ എന്ന് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു റൗണ്ട് ഓഫ് ടു ഇൻറ്റിജർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പർ ഇൻറ്റിജർ ആയിട്ടും ലോവർ ഇൻറ്റിജർ ആയിട്ടും റൗണ്ട് ചെയ്യാം. വലിയ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അങ്ങനെ കിട്ടാതെ ചില സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. വളരെ പെട്ടെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ ഓൾറെഡി ഹൈഡ്രോളജി പ്രിപ്പയർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒപ്റ്റിമം നമ്പർ ഓഫ് റെയിൻ ഗേജ് എന്നൊരു കൺസെപ്റ്റ് അറിയാമായിരിക്കും അല്ലേ? ഇവിടെ തന്നേക്കുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ 20% ആൻഡ് ദി ആക്യുറസി റിക്വയർഡ് ഇസ് 93%. ക്വസ്റ്റ്യൻ കണ്ടല്ലോ. സോ ഓൾറെഡി 5 റെയിൻ ഗേജ് സ്റ്റേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി കണ്ടോളൂ, നമുക്ക് ഒപ്റ്റിമം നമ്പർ ഓഫ് റെയിൻ ഗേജ് സ്റ്റേഷൻ കാണാനുള്ള ഇക്വേഷൻ n is equal to coefficient of variation divided by percentage error square എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? ഇത് വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ 20% തന്നിട്ടുണ്ട്. ആൻഡ് ഈ സ്റ്റാൻഡ്സ് ഫോർ എറർ ആണ്. ആക്യുറസി 93% ആണെങ്കിൽ എറർ 7% ആയിരിക്കും. നിങ്ങൾ ഇതിൻ്റെ സ്ക്വയർ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുക 8.16 എന്നാണ്. അതിനർത്ഥം 93% ആക്യുറസി വേണമെങ്കിൽ എനിക്ക് 8.16 നമ്പർ ഓഫ് റെയിൻ ഗേജസ് ആവശ്യമാണ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. 8 ഉണ്ട്, 9 ഉണ്ട്. 8 ആയിരിക്കും കറക്റ്റ്, 9 ആയിരിക്കും. നിയർ ബൈ ആൻസർ സി ആണ്. സോ വി മേ ബി സെലക്ടിങ് സി അല്ലേ? നെഗറ്റീവ് മാർക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. കാരണം എന്താ ഇതിൻ്റെ അർത്ഥം? 8 റെയിൻ ഗേജ് സ്റ്റേഷൻ മതിയോ? എനിക്ക് പോരാ, എനിക്ക് 0.16 കൂടി വേണം. 0.16 എന്ന് പറഞ്ഞാൽ എന്താ? 9ാമത്തെ ഒരു റെയിൻ ഗേജും കൂടി എനിക്ക് ആവശ്യമുണ്ടെന്നർത്ഥം. ഒരു റെയിൻ ഗേജ് എടുത്ത് നമുക്ക് പീസാക്കി വെച്ചിട്ട് 0.16 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. സോ 8 റെയിൻ ഗേജ് പോരാ. എനിക്ക് 8 റെയിൻ ഗേജ് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ എങ്കിൽ എനിക്ക് 93% ആക്യുറസി കിട്ടില്ല. അതിൽ കുറവുള്ള പെർസെൻറ്റേജ് ആക്യുറസിയെ കിട്ടുള്ളൂ. സോ 93 എൻഷുർ ചെയ്യണമെങ്കിൽ, മിനിമം ഒരു 93 എൻഷുർ ചെയ്യണമെങ്കിൽ എനിക്ക് 9ാമത്തെ ഒരു റെയിൻ ഗേജ് കൂടി വെക്കണം. അപ്പോൾ എനിക്ക് പെർസെൻറ്റേജ് 93ൽ കൂടുതൽ കിട്ടും. ഒബ്വിയസ്ലി മിനിമം 93 എങ്കിലും വേണമെന്നല്ലേ? സോ ഇവിടെ റൗണ്ട് ചെയ്യേണ്ട എത്രയാ? ഓപ്ഷൻ ഡി 9 ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക. ഇവിടെ റൗണ്ട് ഓഫ് ചെയ്യേണ്ടത് എപ്പോഴും ഹയർ ഇൻറ്റിജർ ആയിട്ടാണ്. 8.1 വളരെ അടുത്തല്ല 8ൻ്റെ എന്ന് വെച്ചിട്ട് 8 ക്ലിക്ക് ചെയ്യരുത്. എപ്പോഴും ഹയർ ഇൻറ്റിജർ ആയിട്ട് തന്നെ റൗണ്ട് ചെയ്യണം. ഇതാണ് ഒരു പോയിന്റ്. ഇതുപോലെ മറ്റൊന്നാണ് RCCയിൽ വരുന്ന ഒരു കൺസെപ്റ്റ്, ദ മാക്സിമം ഡയമീറ്റർ ഓഫ് ദ മെയിൻ ബാർ. നിങ്ങൾ കൺസെപ്റ്റ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ദ മാക്സിമം ഡയമീറ്റർ ഓഫ് മെയിൻ ബാർ ഷുഡ് ബി ദ തിക്നെസ് ഓഫ് ദ മെമ്പർ
ഡിവൈഡഡ് ബൈ 8 ആണ്, അല്ലെങ്കിൽ 1/8 ഓഫ് ദ തിക്നെസ് ഓഫ് ദ മെമ്പർ എന്നാണ്. നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് 90 mm ഡിവൈഡഡ് ബൈ 8 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് അറൌണ്ട് 11.25 mm. എന്ന് വെച്ചാൽ എന്താ, 11.25 mm കൂടുതൽ ഒരിക്കലും ബാറിന്റെ ഡയമീറ്റർ പോകാൻ പാടില്ല എന്നാണ്. നമുക്ക് വളരെ നിയർ ബൈ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഓപ്ഷൻ സി ആയിട്ട് കിട്ടും അല്ലേ. ആൻഡ് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി റോങ്. നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കായിരിക്കും കിട്ടുക. കാരണം എന്താ, 11.25 ഒരിക്കലും കൂടാൻ പാടില്ല എന്നാണ്. അപ്പോൾ 11 ആകാൻ പാടുണ്ടോ? ആകാം. 10 ആകാവോ? ആകാം. 11 എന്നൊരു ഓപ്ഷൻ എന്താ വരാത്തത്? 11 എന്നുള്ളൊരു ബാർ പൊതുവേ നമ്മൾ യൂസ് ചെയ്യാറില്ല. 8, 10, 12, 16 അങ്ങനെയൊക്കെയാണ് നമ്മുടെ ബാറിന്റെ ഡയമീറ്റർ പോവുക. നിങ്ങൾക്ക് അറിയാതെ അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി 10 mm ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇവിടെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നത് എന്താ? ലോവർ ഇൻഡിജർ ആയിട്ടാണ്. കാരണം അത് മാക്സിമം ഡയമീറ്റർ ആണ്. മാക്സിമം ടു മാക്സിമം എത്ര ഡയമീറ്റർ വരാം എന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. മനസ്സിലായോ? ഇതുപോലെ മറ്റൊന്നാണ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ വരുന്ന ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ. എന്താണ് ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിലി അവൈലബിൾ മോയ്സ്ചർ ഡിവൈഡഡ് ബൈ അല്ലേ, റെഡിലി അവൈലബിൾ മോയ്സ്ചർ ഡെപ്ത് ഡിവൈഡഡ് ബൈ കൺസംപ്റ്റീവ് യൂസ് ആണ്. ഇതാണ് എന്ത്? ദ ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ ആഫ്റ്റർ ഹൗ മെനി ഡേയ്സ് വി നീഡ് ടു സപ്ലൈ ദ വാട്ടർ എന്നാണ്. നോക്കൂ, ഇവിടെ 125 mm എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആൻഡ് കൺസംപ്റ്റീവ് യൂസ് 6 mm per day എന്നും തന്നിട്ടുണ്ട്. സോ mm ക്യാൻസൽ ആയിട്ട് നിങ്ങൾക്ക് ഡേയിലാണ് ആൻസർ കിട്ടുക. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 20.833 ഡേയ്സ് എന്നായിരിക്കും കിട്ടുക. അതിനർത്ഥം എന്താ, 20.833 ഡേയ്സിൽ അവിടെയുള്ള വാട്ടർ കുറഞ്ഞ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടറിൽ എത്തും എന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങൾ കൺസെപ്റ്റ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റും ഞാൻ പറയുന്നത്. ഓക്കെ, സോ ഫീൽഡ് കപ്പാസിറ്റിയിൽ നിന്നും വാട്ടർ കുറഞ്ഞ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റിലും താഴേക്ക് പോകാൻ നമ്മൾ സമ്മതിക്കില്ല. കാരണം താഴേക്ക് പോയി കഴിഞ്ഞാൽ ഫീൽഡിൽ നിന്നുള്ള ഈൽഡ് കുറയും. അപ്പോൾ 20.8 ഡേയ്സിൽ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റിൽ എത്തുമെന്നാണ്. 21ാമത്തെ ദിവസത്തേക്ക് ഞാൻ വെയിറ്റ് ചെയ്താൽ എന്താ പ്രശ്നം? OMCയിലും താഴും വാട്ടർ കണ്ടന്റ്. നമ്മുടെ ഫീൽഡിൽ നിന്നുള്ള ഈൽഡ്, ക്രോപ്പിന്റെ ഈൽഡ് കുറയും. സോ 21 ഡേയ്സ് വരെ ഞാൻ ഒരിക്കലും വെയിറ്റ് ചെയ്യില്ല. വാട്ട് ഐ വിൽ ഡു, 20 ഡേയ്സിൽ തന്നെ ഞാൻ എന്ത് ചെയ്യും? വാട്ടർ കൊടുക്കും. കാരണം എനിക്ക് എൻ്റെ ഫീൽഡിൽ നിന്ന് കൂടുതൽ പ്രൊഡക്റ്റ് കിട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലേ. സോ ഇവിടെ നിങ്ങൾ റൗണ്ട് ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ഇൻജർ ആയിട്ട് വേണം റൗണ്ട് ഓഫ് ചെയ്യാൻ? ലോവർ ഇൻഡിജർ ആയിട്ടാണ് റൗണ്ട് ഓഫ് ചെയ്യാൻ. അതായത് 21-ന് ഈ വാല്യൂ എന്ന് വെച്ചിട്ട് 21 എഴുതരുത്. 20 ഷുഡ് ബി ദ ഫൈനൽ ആൻസർ. ഒരു പക്ഷേ നിങ്ങൾക്ക് 21 എഴുതി കഴിഞ്ഞാലും ഒരു മാർക്ക് തരുമായിരിക്കും. മേ ബി 20 to 21 എന്നായിരിക്കാം അവരുടെ ആൻസർ കീ റേഞ്ച്. ബട്ട് വി ഡോണ്ട് നോ. കൺസെപ്റ്റ് പ്രകാരം 20 ആയിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. ഇതൊരു MCQ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 20-ഉം 21-ഉം ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഗോ ഫോർ 20. മനസ്സിലായോ? സോ ഇങ്ങനെയുള്ള ചില പോയിന്റ്സിലൊക്കെ റൗണ്ടിങ് ഓഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. അതർവൈസ് ബാക്കിയുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റൻസിലൊന്നും നിങ്ങൾ ഹയർ ഇൻഡിജർ ലോവർ ഇൻഡിജർ ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്യുന്നതിലൊന്നും അങ്ങനെ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇതുപോലുള്ള കൺസെപ്റ്റ്സ്, ഇപ്പോൾ വാട്ട് ഷുഡ് ബി ദ മിനിമം സ്പേസിംഗ്, വാട്ട് ഷുഡ് ബി ദ മാക്സിമം സ്പേസിംഗ്, അങ്ങനെയുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റൻസിൽ ഇപ്പോൾ RCCയിലൊക്കെ ഒരുപാട് അങ്ങനെ വരും. സ്റ്റിറപ്പുകൾ തമ്മിലുള്ള സ്പേസിംഗ് എത്രയാണ്? ഒരു 0.75 ടൈംസ് ദി എഫക്റ്റീവ് ഡെപ്ത് ഇല്ലേ, അതെന്താണ്? പിന്നെ ഇംഗ്ലണ്ട് സ്റ്റിറപ്പ് ആണെങ്കിൽ, വെർട്ടിക്കൽ സ്റ്റിറപ്പ് ആണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റുകളുണ്ട്. അവിടെയൊക്കെ മാക്സിമം സ്പേസിംഗ്, മിനിമം സ്പേസിംഗ് എന്ന പോലുള്ള കൺസെപ്റ്റുകളിലൊക്കെ എപ്പോഴും ഈ റൗണ്ടിങ് ഓഫ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടേക്ക് കെയർ ചെയ്യുക. ബാക്കിയുള്ള പോർഷൻസ് ഒന്നും കുഴപ്പമില്ല. ഓക്കെ ആണോ? ദ ഫൈനൽ തിങ് ഈസ്, റൗണ്ടിങ് ഓഫിലെ ഫൈനൽ തിങ് ഈസ് റൗണ്ടിങ് ഓഫ് ഡ്യൂറിങ് ദ കാൽക്കുലേഷൻസ്. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? റൗണ്ടിങ് ഓഫ് ഡ്യൂറിങ് ദ കാൽക്കുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ മിസ്റ്റേക്സ് വരുത്തുന്നത്, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഇട്ടിട്ട് തന്നെ പറയാം. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ ഓവർടേക്കിംഗ് ടൈം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ OSD കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഓവർടേക്കിംഗ് ടൈം കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് √4s/a. സപ്പോസിലെ S വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് 0.7v + L അല്ലേ. ഈ V എപ്പോഴും മീറ്റർ പെർ സെക്കൻഡിലായിരിക്കണം എന്നൊരു കൺസെപ്റ്റ് ഇവിടെ ഉണ്ട്. സാധാരണ ക്വസ്റ്റ്യനിൽ എപ്പോഴും കിലോമീറ്റേഴ്സ് പെർ അവറിലൊക്കെ ആയിരിക്കും തരിക. ഫോർ എക്സാമ്പിൾ 80 kmph. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഏകദേശം 22.222 ഇങ്ങനെ പോകും അല്ലേ, മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഈ വാല്യൂ ആദ്യം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ഈ വാല്യൂ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് T നമ്മൾ എവിടെ എടുക്കുക? നമുക്ക് D2, OSDയിലെ D2 ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് VBT + 2s എന്നൊരു ഇക്വേഷൻ ഉണ്ട്, അല്ലെങ്കിൽ VBT + ½ AT² എന്ന മറ്റൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഇവിടെ റൗണ്ട് ചെയ്യുമ്പോൾ തന്നെ 2222 എന്നൊന്നും എടുക്കാതെ 22.2 എന്ന് മാത്രം എടുത്തു. ഇതുവരെ മാത്രം എടുത്തു എന്ന് വിചാരിക്കൂ. കുറച്ച് നിങ്ങൾ അവിടെ റൗണ്ട് ചെയ്തോ. നിങ്ങൾ ഇതിനെ ഇങ്ങോട്ട് ഇടുന്ന സമയത്ത് അവിടെ അതിൻ്റെ എഫക്റ്റ് വീണ്ടും വന്നോ? ഒരു പക്ഷേ നിങ്ങൾ ഇവിടെ കിട്ടുന്ന വാല്യൂവും അതും ചിലപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് റൗണ്ട് ചെയ്യുമായിരിക്കും. അത് നേരെ എടുത്തിട്ട് Tയിലേക്ക് ഇടുമ്പോൾ വീണ്ടും പ്രശ്നം വന്നോ?
അത് നിങ്ങൾ വീണ്ടും ഇവിടെ ഇവിടെ സ്ക്വയർ ഒക്കെ കാണുമ്പോൾ വീണ്ടും പ്രശ്നം വന്നോ, ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് പോകും. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കാൽക്കുലേഷൻസിൻ്റെ ഉള്ളിലെ റൗണ്ടിങ് ഓഫ് എപ്പോഴും ഒരു മിനിമം 3 ഡെസിമൽസ് എങ്കിൽ എടുക്കുക. 3 ഡെസിമൽസ് എടുത്ത് പോവാം. എത്രത്തോളം ഡെസിമൽസ് എടുക്കുന്നു അത്രയും നല്ലത്. എന്ന് വെച്ചാൽ ഒരുപാട് ഡെസിമൽസ് ടൈപ്പ് ചെയ്തിട്ട് വെറുതെ നിങ്ങളുടെ വാല്യുബിൾ ടൈം കളയണ്ട. എന്ത് ചെയ്താൽ മതി, മിനിമം ഒരു 3 ഡെസിമൽ എടുത്തിട്ട് ഫോർവേഡ് ചെയ്താൽ മതി. ഓക്കെ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് തിങ് ഈസ് ദ കറക്റ്റ് ആൻഡ് ഇൻകറക്റ്റ് ക്വസ്റ്റ്യൻസ്. എന്താണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ക്വസ്റ്റ്യൻസ് ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ സാധാരണ എന്താ ചെയ്യുക, MCQ ആണ്, ജസ്റ്റ് ഏതാണോ കറക്റ്റ് അത് സെലക്ട് ചെയ്ത് പോകും അല്ലേ. അങ്ങനെ ചെയ്യരുത്. എപ്പോഴും ശ്രദ്ധിക്കണം, ചിലപ്പോൾ നിങ്ങളോട് കറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കില്ല ചോദിക്കുക, ഇൻകറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ഇല്ലേ, ഇൻകറക്റ്റ് എന്നാണ് എഴുതിയേക്കുന്നത്. ഇത് എപ്പോഴും ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് എപ്പോഴും തോന്നുന്നത് ഓക്കെ ഏതാണോ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് അത് ക്ലിക്ക് ചെയ്ത് പോകാനായിരിക്കും. പ്രത്യേകിച്ച് എക്സാം തീരാറാവുന്ന സമയത്തൊക്കെയാണ് നമുക്ക് അധികം സമയം ഉണ്ടാവില്ല, വല്ലാത്തൊരു ടെൻഷനിലേക്ക് നമ്മൾ പോകും ഇല്ലേ. ആ സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, കറക്റ്റ് എന്നാണോ ഇൻകറക്റ്റ് എന്നാണോ നോക്കുക. ഓക്കെ, ഇൻകറക്റ്റ് അല്ലെങ്കിൽ ഫോൾസ് എന്നും പറയാം, കറക്റ്റ് അല്ലെങ്കിൽ ട്രൂ എന്നും പറയാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ, തന്നെ ഗേറ്റ് എക്സാമിന് മുന്നേ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കണ്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ട്രൂ എന്നാണ്. ഓക്കെ, MSQ ക്വസ്റ്റ്യൻ ആകാം, MCQ ആകാം. MCQ ആണെങ്കിൽ ഒബ്വിയസ്ലി ഇതിൽ ഒറ്റെണ്ണം മാത്രമേ കറക്റ്റ് ഉണ്ടാവുള്ളൂ. MSQ ആണെങ്കിൽ 1 ആകാം, 2 ആകാം, 3 ആകാം, 4 ആകാം. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക, കറക്റ്റ് ആണോ ചോദിച്ചത്, ട്രൂ ആണോ ചോദിച്ചത്, അതോ ഇൻകറക്റ്റ് ഓർ ഫോൾസ് ആണോ ചോദിച്ചത്, അതെപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, ആൻഡ് ദ ഫൈനൽ തിങ്, ദ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, തിങ്സ് ടു ബി നോട്ടഡ് ഇൻ ദ എക്സാം. തിങ്സ് ടു ബി നോട്ടഡ് ഇൻ ദി എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ക്രിബിൾ പാഡാണ്. നോക്ക്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രിബിൾ പാഡാണ് അവിടെ നിന്ന് കരുതുക. ഓക്കെ, ഇത് എഴുതി തീർന്നാൽ എന്ത് ചെയ്യും സർ എന്നൊരു ക്വസ്റ്റ്യൻ സാറിന് വരാറുണ്ട്. പൊതുവേ ഇത് എഴുതി തീരില്ല. ഓക്കെ, ഇതിനിങ്ങനെ കവറൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് പേജ് തൊട്ട് തന്നെ നിങ്ങൾക്ക് എഴുതി തുടങ്ങാം. അങ്ങനെ ഒരു പേജ് ആയിരിക്കും, അങ്ങനെ ഒരു ബുക്കായിരിക്കും തരിക, ഇതുപോലൊരു ബുക്ക്. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് ഒരു 6 പേജസും ഇപ്പുറത്തോട്ടും 6 പേജസ് ഉണ്ടാവും. അതായത് ടോട്ടൽ 12 പേജസ് 12 ഷീറ്റ്, 6 കടലാസുകൾ ഉണ്ടാവും. ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ 2 പേജസ് ആയല്ലോ. അപ്പോൾ ഇങ്ങോട്ട് ഒരു 6 പേപ്പർ, ഇങ്ങോട്ട് 6 പേപ്പർ, അതായത് ടോട്ടലി 12 പേപ്പർ, 24 സൈഡുകൾ, 24 പേജസ് ഉണ്ടാവും. അതൊക്കെ ധാരാളമാണ്. അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകുന്ന എല്ലാ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിനടക്കം അതൊക്കെ ധാരാളമാണ്. ഇൻ കേസ് അത് തീർന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് മറ്റൊരു സ്ക്രിബിൾ പാഡ് തരും. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു സ്ക്രിബിൾ പാഡ് എഴുതി തീർത്തിട്ട് രണ്ടാമതൊരെണ്ണം ചോദിക്കുന്ന സമയത്ത് ഇത് അവിടെ തിരിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ എഴുതുന്ന സമയത്ത് നീറ്റായിട്ട് എഴുതുക. അതായത് ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 1 എന്ന് എഴുതിയിട്ട് തന്നെ സോൾവ് ചെയ്യുക. അത് എഴുതി കഴിഞ്ഞാൽ ഒരു വര ഇട്ടിട്ട് താഴെ 2 എന്ന് പറഞ്ഞ് സോൾവ് ചെയ്യുക. എപ്പോഴും ഇങ്ങനെ ഒരു ഫോളോ ചെയ്യുക. ഈ എക്സാമിനേഷൻ ഹാളിലൊക്കെ പോയിട്ട് ഇത്രയും സമയമില്ലാത്ത സമയത്ത് എന്തിനാണ് ഇത്രയും വൃത്തിയൊക്കെ ആയിട്ട് എഴുതി, നമ്മൾ കോളേജിൽ വെക്കുന്ന അസൈൻമെൻ്റ് അല്ലല്ലോ എന്നൊന്നും ചിന്തിക്കരുത്. നമ്മൾ ചുമ്മാ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വലിച്ചു വരെ എഴുതിയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് നിങ്ങൾ റിവ്യൂ ചെയ്തു പോകുന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേ, പിന്നീട് നിങ്ങൾക്കത് നോക്കണമെങ്കിൽ ഞാനിത് എവിടെ എഴുതിയെന്ന് തപ്പി നോക്കേണ്ടി വരും, വീണ്ടും ഒന്നും കൂടി ചെയ്യേണ്ടി വരും. അത് ഒഴിവാക്കാൻ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം ഒരു ഓർഡറിൽ തന്നെ ചെയ്യുക, നീറ്റായിട്ട് എഴുതുക. ഓക്കെ, നീറ്റ്നെസ് ഇൻ ദ സെൻസ് നിങ്ങളത് വളരെ വൃത്തിയായിട്ട് എഴുതുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ രണ്ടാമത് വായിക്കുന്ന സമയത്ത് അവിടെ എന്താ എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാവണം. ആ രീതിയിൽ എഴുതി പോവുക. പിന്നെ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾക്കത് പിന്നീട് ആ ക്വസ്റ്റ്യൻ നോക്കേണ്ട കാര്യമില്ല എന്നാണെങ്കിൽ ഓക്കെ, ദാറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതി പോവാം. ഒരു നീറ്റിൽ അങ്ങനെ എഴുതി പോവുക, ഒരു ഓർഡറിൽ എഴുതി പോവുക. അങ്ങനെയാണെങ്കിൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വീണ്ടും നോക്കണമെങ്കിൽ ഈസി ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്ക്രിബിൾ പാഡിൽ എഴുതുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും അങ്ങനെ വളരെ ഒരുപാട് വിട്ടൊന്നും എഴുതാതെ വളരെ ക്ലോസ് ആയിട്ട് തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. കാരണം ഞാൻ പറഞ്ഞാൽ ഈ തീർന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞു പിന്നീട് വന്ന് നോക്കണമെങ്കിൽ ഇവിടെ സംഭവം ഉണ്ടാവണമല്ലോ. ഇത് തിരിച്ചു കൊടുത്തിട്ട് പുതിയൊരു സ്ക്രിബിൾ പാഡ് കിട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയും നേരം എഴുതിയൊക്കെ അങ്ങ് പോയില്ലേ. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നം വരും. അപ്പോൾ ചിലപ്പോൾ എക്സാമിനേഷൻ സെൻറ്ററിൽ ഇൻവിജിലേറ്റർ നിങ്ങൾക്ക് സമ്മതിക്കുമായിരിക്കും, അതായത് മറ്റത് കൂടി കയ്യിൽ വെച്ചോളാൻ സമ്മതിക്കുമായിരിക്കും. ചിലർ സമ്മതിക്കില്ല. ഇൻ കേസ് സമ്മതിച്ചില്ല എന്ന് വെച്ചിട്ട് അവിടെ കിടന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ബൈ റൂൾ നിങ്ങൾക്കത് തിരിച്ചു തരേണ്ട കാര്യമില്ല എന്നാണ്. ഓക്കെ, സോ ആ പുള്ളിയുടെ എത്തിക്സ് പോലെ ഇരിക്കും. എത്തിക്സ് എന്നല്ല, പുള്ളിക്ക് നിങ്ങളോടൊരു സഹതാപം തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ തരും. തന്നില്ല എന്ന് വെച്ചിട്ട് യു ഹാവ് നോ വോയിസ് ടു കംപ്ലയിൻറ്റ്. അത് മനസ്സിൽ വെക്കുക. ഓക്കെ, അതാണ് സ്ക്രിബിൾ പാഡ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. എപ്പോഴും ഒരു ഓർഡറിൽ തന്നെ എഴുതുക. പിന്നെ ഫുൾ വിഡ്ത്ത് യൂസ് ചെയ്തിട്ട് എഴുതുക. ഇത് പകുതി ഇപ്പോൾ തീർന്നു പോയാലോ എന്ന് പേടിച്ചിട്ട് ഇതിനെ സെൻറ്ററായിട്ട് പകുതിയായിട്ട് 2ആയിട്ട് ഭാഗിച്ചിട്ട് എഴുതാൻ നിൽക്കരുത്. വൃത്തിയായിട്ട് ഫുൾ വിഡ്ത്ത് ഉപയോഗിച്ചിട്ട് തന്നെ എഴുതുക. പിന്നെ എസ്പെഷ്യലി ക്വസ്റ്റ്യൻസ് ലൈക്ക് ഹൈഡ്രോളജിയിലൊക്കെ വരുന്ന ഹൈഡ്രോഗ്രാഫ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഇപ്പോൾ എസ് കർവ് ആണെങ്കിലും മെത്തേഡ് ഓഫ് സൂപ്പർ പൊസിഷൻ ആണെങ്കിലും ഒക്കെ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും അല്ലേ. അതുകൊണ്ട് ഓരോ ലൈനും കുറച്ച് വിട്ട് തന്നെ എഴുതുക. എപ്പോഴും അടുത്തടുത്ത് എഴുതിയിട്ട് മിസ്റ്റേക്സ് വരുത്തരുത്. ഓക്കെ, സോ ഈ സ്ക്രിബിൾ പാഡിൻ്റെ കാര്യം കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ, ഈ കാര്യങ്ങൾ പ്രത്യേകം മനസ്സിൽ ശ്രദ്ധിക്കുക.
സെക്കൻഡ് തിങ് ഈസ് ദ പ്രോപ്പർ ടൈം മാനേജ്മെന്റ്. നിങ്ങൾ ഓൾറെഡി എക്സാംസ് ഒക്കെ എഴുതിയവരെയായിരിക്കും, നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യേണ്ടതെന്ന്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു തരേണ്ട ഒരു കാര്യമൊന്നുമില്ല. എങ്കിലും ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. നമുക്ക് സാധാരണ ഒരു ടെൻഡൻസി ഉണ്ടാവും ആദ്യം അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വൃത്തിയായിട്ട് അറ്റൻഡ് ചെയ്യാം, അല്ലേ? ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം ആദ്യം വരുന്ന ക്വസ്റ്റ്യൻസ് എപ്പോഴും ഫസ്റ്റ് 25 ക്വസ്റ്റ്യൻസ് എപ്പോഴും 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നീട് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും 2 മാർക്ക് ക്വസ്റ്റ്യൻ. സോ നിങ്ങൾ 1 മാർക്ക് ക്വസ്റ്റ്യന് വേണ്ടി അനാവശ്യമായിട്ട് ടൈം കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അത്യാവശ്യം ചെയ്യാനുണ്ടാവും, സോൾവ് ചെയ്യാനുണ്ടാവും. അതിന് ചിലപ്പോൾ സമയം കിട്ടാതെ വരും. സോ നിങ്ങൾക്ക് 100% ഉറപ്പാണെങ്കിൽ മാത്രം ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. ഇൻ കേസ് സമയം എടുക്കുന്നുണ്ടെങ്കിൽ എടുത്തോട്ടെ, കുഴപ്പമില്ല. അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് 100% ഉറപ്പാണെങ്കിൽ. നിങ്ങൾക്ക് അത്ര ഉറപ്പില്ലാത്ത ക്വസ്റ്റ്യൻ ചുമ്മാ ഗസ് അടിച്ച് ട്രയൽ ആൻഡ് എറർ ചെയ്ത് പോകരുത്. ചുമ്മാ അവിടെ റിവ്യൂവിന് ഇടുക, എന്നിട്ട് പ്രൊസീഡ് ചെയ്യാം. അറ്റ് എ ടൈം ഒരു ഫുൾ ഗോയിൽ മുഴുവൻ ക്വസ്റ്റ്യൻസും കാണുക, എന്നിട്ട് തിരിച്ചു വരിക. കാരണം അവസാന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ സമയം കിട്ടാത്ത അവസ്ഥ വരരുത്. സാധാരണ ഇപ്പോൾ കേരള PSC എഴുതുന്ന സ്റ്റുഡൻസ് പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, AEയുടെ എക്സാംസ് ഒക്കെ അത്യാവശ്യം പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ചെയ്ത് അവസാനത്തെ ക്വസ്റ്റ്യൻസ് കാണാനുള്ള സമയം പോലും ഉണ്ടാവില്ല. ഒരുപക്ഷെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും, വായിക്കാൻ പോലും സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അതൊരിക്കലും ഗേറ്റ് എക്സാമിന് സംഭവിക്കരുത്. നിങ്ങളൊരു ഫുൾ ഗോയിൽ അങ്ങ് പോവുക, എന്നിട്ട് തിരിച്ചു വരിക. രണ്ടാമത്തെ ഗോയിൽ നെക്സ്റ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അങ്ങനെ സൈക്കിളായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അറിയാത്ത ക്വസ്റ്റ്യൻസ് അപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റിലേക്ക് പോവുക. അയ്യോ ഞാനിത് സ്കിപ്പ് ചെയ്യാണല്ലോ എന്നുള്ള ടെൻഷനോ ഡിസപ്പോയിൻമെൻറ്റോ ഒന്നും വേണ്ട. നെക്സ്റ്റ് റൗണ്ടിൽ അത് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? ഡൺ. തേർഡ് തിങ് ഈസ് ദി അൺഎബിൾ ടു ക്രാക്ക് ദി സ്ട്രോങ് ടോപ്പിക്സ്. വട്ട് ഐ മീൻ ഈസ് ചിലപ്പോൾ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകുന്ന ചില സബ്ജക്റ്റുകൾ ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് ഉണ്ടാവും, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന, നിങ്ങൾ നന്നായിട്ട് പഠിച്ച ചില ടോപ്പിക്കുകളോ സബ്ജക്റ്റുകളോ ഉണ്ടാവും. അപ്പോൾ ആ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതെനിക്ക് ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യണം എന്നൊരു ടെൻഡൻസി സ്വാഭാവികമായിട്ടും എല്ലാവരെ പോലെ നിങ്ങൾക്കും ഉണ്ടാവും. ഒരു പക്ഷേ ആ ക്വസ്റ്റ്യൻ ടഫ് ആയിരിക്കാം. അയ്യോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു ഫീലിംഗ് ഒബ്വിയസ്ലി നിങ്ങളെ എപ്പോഴും ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അത് കാരണം ഡിസപ്പോയിൻമെൻ്റ് ആകരുത്. ഓക്കെ, ഡിസപ്പോയിൻറ്റഡ് ആകരുത്. ജസ്റ്റ് മൂവ് ഓൺ, ദാറ്റ്സ് ഇറ്റ്. നിങ്ങളെ പോലെ തന്നെ നിങ്ങളോട് കോമ്പീറ്റ് ചെയ്യാൻ വന്നയാൾക്കും ഇതേ അവസ്ഥ തന്നെയായിരിക്കും എന്ന് റിയലൈസ് ചെയ്യാം. നിങ്ങൾക്ക് കിട്ടിയ ഒരു ക്വസ്റ്റ്യൻ അടുത്ത ആൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ പ്രത്യേകിച്ച് ഒരു എഫക്റ്റും ഇല്ല. നിങ്ങൾക്ക് കിട്ടാത്തൊരു ക്വസ്റ്റ്യൻ മറ്റൊരാൾക്ക് കിട്ടുമ്പോഴാണ് ആ പ്രശ്നം, ഇല്ലേ? സോ വളരെ ടഫായിട്ടൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളോട് കോമ്പീറ്റ് ചെയ്യാൻ വരുന്നയാൾക്കും അത് കിട്ടുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എക്സാം ടഫ് ആണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ കൂടെ കോമ്പീറ്റ് ചെയ്യാൻ വരുന്നയാൾക്കും അത് ടഫായിരിക്കും എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈസി ആണെങ്കിൽ ഓവറായിട്ട് ഹാപ്പി ആയിരിക്കേണ്ട, കാരണം നിങ്ങളുടെ കോമ്പറ്റീറ്റർക്കും അത് ഈസി തന്നെയായിരിക്കും. സോ എപ്പോഴും മറ്റുള്ളവർ ചെയ്യാൻ സാധ്യതയില്ലാത്ത ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവേണ്ടത്. അതിനാണ് നമ്മൾ കൂടുതൽ പ്രിപ്പയർ ചെയ്യുന്നത്. പോട്ടെ, അതൊന്നും പറയാനുള്ള സമയമല്ല ഇപ്പോൾ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ നന്നായി പഠിച്ചിട്ട് പോയൊരു ടോപ്പിക്ക് ടഫ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണെങ്കിൽ, നിങ്ങൾ അറിയാത്ത എന്തെങ്കിലും ഒരു ടേം ആ ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ കാരണം നിങ്ങളുടെ ബാക്കിയുള്ള ക്വസ്റ്റ്യനെ അത് അഫക്റ്റ് ചെയ്യരുത്. ജസ്റ്റ് മൂവ് ഓൺ, ദാറ്റ്സ് ഇറ്റ്. സ്കിപ്പ് ചെയ്യുക, മൂവ് ഓൺ ചെയ്യുക. പിന്നീട് ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും. സോ കം ബാക്ക് ആൻഡ് ഡു ഇറ്റ്, അത്രേ ഉള്ളൂ. ഫൈൻ. ആൻഡ് ഇത് സാധാരണ എല്ലാവർക്കും ഉള്ള ഒരു കോമൺ ടെൻഡൻസിയാണ് ഈ താഴെ എഴുതിയേക്കുന്ന ഒരു പോയിന്റ്. ചുമ്മാ എക്സാമിനേഷൻ ഹാളിൽ ഇരുന്നിട്ടേ ഒരു 1-2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ചുമ്മാ ഒന്ന് തിരിഞ്ഞൊക്കെ നോക്കും, അപ്പുറത്തെ സ്ക്രീനിലേക്ക് ഇപ്പുറത്തെ സ്ക്രീനിലേക്ക് ഒന്ന് നോക്കും. അപ്പോൾ കുറേ ഗ്രീൻ കളർ കാണും. എന്താ ഗ്രീൻ കളർ? നിങ്ങൾ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഗ്രീൻ കളർ. അപ്പോൾ മറ്റൊരുത്തൻ്റെ സ്ക്രീൻ നോക്കിയിട്ട് അയ്യോ അവിടെ ഫുൾ ഗ്രീൻ കളറാണല്ലോ, എൻ്റെ സ്ക്രീനിൽ നോക്കുമ്പോൾ മുഴുവൻ റെഡ് ആണല്ലോ, അയ്യോ ഞാനൊന്നും എഴുതിയിട്ടില്ലല്ലോ എന്നൊക്കെ വേണ്ടാത്തൊരു ടെൻഷനുള്ളിൽ വരും. വേണ്ടാത്ത ടെൻഷനൊന്നുമല്ല, സ്വാഭാവികമായിട്ടും വരുന്ന ടെൻഷൻ തന്നെയാണ്. പക്ഷെ നിങ്ങൾ മറ്റവൻ്റെ നോക്കിയോണ്ടല്ലേ ടെൻഷൻ വന്നത്, അങ്ങോട്ട് നോക്കേണ്ട, പ്രശ്നം തീർന്നില്ലേ? അത് മാത്രമല്ല, ഈ മുഴുവൻ ഗ്രീൻ കാണുന്ന ഒരുത്തിൻ്റെ സ്ക്രീൻ അത് ഗ്രീൻ വന്ന എന്തുകൊണ്ടാണ്? അവനെല്ലാം കറക്റ്റ് ആക്കിയോണ്ടാണോ? അങ്ങനെയൊന്നുമല്ല, അവൻ മുഴുവൻ അറ്റൻഡ് ചെയ്തു എന്നുള്ളൂ. അവൻ എന്തെങ്കിലും ഒരു മണ്ടത്തരമാണ്, 1+1 എത്ര നേടാൻ അവൻ 10 എന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ്റെ അതിൽ ഗ്രീൻ തന്നെയാണ് വരിക. സോ ഏതെങ്കിലും ഒരാളുടെ സ്ക്രീനിൽ ഗ്രീൻ കളറാണെന്ന് വെച്ചിട്ട് അയ്യോ ഇവരൊക്കെ പഠിച്ചിട്ടാണോ വന്നത്, എനിക്ക് മാത്രം എന്താ ഒന്നും കിട്ടാത്തത് എന്ന് വിചാരിക്കേണ്ട. ജസ്റ്റ് അറ്റൻഡ് ചെയ്തു എന്നത് മാത്രമാണ് ആ ഗ്രീൻ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? സോ ബാക്കിയുള്ളവരുടെ നോക്കിയിട്ട് ആ സമയത്ത് വെറുതെ പാനിക് ആവാൻ നിൽക്കരുത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഓക്കെ, സോ ഒരു ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ്സോളം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു 30 മിനിറ്റ്സ് ഒരിക്കലും നിങ്ങൾക്കൊരു വേസ്റ്റേജ് ആയിരിക്കില്ല. ഒബ്വിയസ്ലി നിങ്ങളിത് എക്സാമിന് പോകുമ്പോൾ ഹെൽപ്പ് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, സോ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. മിസ്റ്റേക്സ് ഒക്കെ ഒഴിവാക്കുക. മിസ്റ്റേക്സ് ഒക്കെ ഒഴിവാക്കിയാൽ തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടും. സോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. Start your preparations for engineering competitive exams from top educators. Learn from the best.